രാജ്യത്ത് പലയിടത്തും ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാരെയും എം എൽ എമാരെയും എല്ലാം BJP വിലക്ക് വാങ്ങുമ്പോൾ അവർ ഓർത്തില്ല തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം. കർണാടകയിലെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഇതാ BJPയിൽ നിന്ന് MLA മാരും MLC മാരും ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. BJP പണവും പദവിയും കൊടുത്തു വാങ്ങുമ്പോൾ, അതിനായി കോടിക്കണക്കിന് രൂപ നൽകി വിലക്ക് വാങ്ങുമ്പോൾ അതിനുള്ള തിരിച്ചടി എന്നോണമാണ് പണമോ പദവിയോ ലഭിക്കാതെ അങ്ങനെയുള്ളൊരു അവസരം എവിടെയും കേൾക്കാതെ കോൺഗ്രസിനൊപ്പം പോകുന്ന BJP മെമ്പർമാരെ നമ്മൾ കാണുന്നത്. ആ മെമ്പർമാരെ പിടിച്ചു നിർത്താനായി മുൻകൂട്ടി കണ്ടെത്താനോ കഴിയാതെ BJP കഷ്ടപ്പെടുന്നു. അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു അവസാനത്തെ അടവ് എന്ന നിലയ്ക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിക്കുകയാണ് BJP. അതായത് കർണാടകയിലെ നിയമസഭാ കൗൺസിൽ എന്നറിയപ്പെടുന്ന MLC തെരഞ്ഞെടുപ്പിൽ ചില BJP MLA മാർ കൂറുമാറി കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന സംഭവത്തിൽ ആ ചെയ്തവരെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കർണാടകയിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ ധർമ്മസ്ഥലയിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുന്ന അതിദയനീയ അവസ്ഥയിലേക്കാണിപ്പോൾ BJP മാറിയിരിക്കുന്നത്. കർണാടക BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര പറഞ്ഞതു പ്രകാരം പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ധർമ്മസ്ഥല മഞ്ജുനാഥസ്വാമിയുടെ മുന്നിൽ വെച്ച് MLA മാരോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. അവസാനത്തെ അടവ്. കൂറുമാറി വോട്ട് ചെയ്ത നടപടിയെ വഞ്ചന എന്ന് അവർ പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ വിശുദ്ധ നഗരമായ ധർമ്മസ്ഥലയിൽ വെച്ച് നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ സത്യം പുറത്തു വരുമെന്നാണ് ഇപ്പോൾ BJPയുടെ ഏക പ്രതീക്ഷ. നമുക്കറിയാം, ദക്ഷിണ കന്നഡ ജില്ലയിലെ നേത്രാവതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന 800ഓളം വർഷത്തെ പഴക്കമുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത്. മഞ്ജുനാഥസ്വാമിയുടെ മുന്നിൽ വെച്ച് കള്ളം പറയുന്നവർക്ക് അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഭീതി പരത്തിയാണ് ഇപ്പോൾ പുതിയ അഭ്യാസം BJP നടത്തുന്നത്. 3 ദിവസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയും JDSഉം ഒന്നിച്ചു നിന്നിട്ടും BJPയുടെ വോട്ടുകൾ കൂടി കിട്ടിയതോടെ കോൺഗ്രസിന് തകർപ്പൻ വിജയമാണ് കർണാടകത്തിൽ ലഭിച്ചത്. ആ MLC തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 4 BJP MLA മാരെങ്കിലും കൂറുമാറി വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് പാർട്ടിയിലെ ആകെയുള്ള 63 MLA മാരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നു. അത് തിരിച്ചറിയാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോഴാണ് ധർമ്മസ്ഥലയിൽ സത്യം ചെയ്യാൻ കൊണ്ടുപോകുന്നത്. വോട്ട് മാറ്റി ചെയ്തവരെ കണ്ടുപിടിക്കാൻ ഇതിനകം തന്നെ വസ്തുതാ അന്വേഷണത്തിന് ഒരു സമിതിക്ക് BJP രൂപം നൽകേണ്ട ഗതികേടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അതായത് 7 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റെങ്കിലും BJP JDS സഖ്യം നേടേണ്ടതാണ്. എന്നാൽ ഭരണകക്ഷിയായ കോൺഗ്രസ് 5 സീറ്റുകളും നേടിയതോടെ BJP ഛിന്ന ഭിന്നമായി തുടങ്ങിയെന്ന സൂചന വന്നു. DK ശിവകുമാർ കർണാടകത്തിൽ മുഖ്യമന്ത്രിയായതോടെ BJP തകർന്നടിയുന്നു എന്ന് പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങി. പ്രവർത്തകരും കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോകാൻ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ വന്നപ്പോൾ വോട്ടിംഗ് നില പരിശോധിച്ചപ്പോഴാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് വ്യാപകമായി വോട്ട് ചോർന്നതായി വ്യക്തമായത്. വെറും 140 വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാകെ 151 വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം MLA മാർ BJPയിൽ നിന്നും JDSൽ നിന്നും പോയി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. രഹസ്യ ബാലറ്റ് സമ്പ്രദായമായതിനാൽ ആരെല്ലാമാണ് ഇങ്ങനെ കൂറുമാറിയത് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എല്ലാ MLA മാരെയും സത്യം ചെയ്യിപ്പിക്കേണ്ടുന്ന ഒരു അപൂർവ ഗതികേട് BJPക്ക് വന്നിരിക്കുന്നത്. സത്യം ചെയ്തതിന് ശേഷം ഇനിയും കൂറുമാറാതിരിക്കാൻ ചിലപ്പോൾ ചരട് ജപിച്ചു കെട്ടാനും BJP തയ്യാറാകും എന്നും സൂചന ലഭിക്കുന്നു.